ഹായ് കൂട്ടുകാരെ, പെബിൾസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രസകരമായ പുതിയ കഥകളാണ് കാണാൻ പോകുന്നത്. ഈ കഥകൾ വെറും നേരമ്പോക്ക് മാത്രമല്ല, പക്ഷേ നിങ്ങൾ പലതും പഠിക്കുമെന്ന് എനിക്കറിയാം. ഇവയെല്ലാം കണ്ടും മനസ്സിലാക്കിയും പഠിക്കാം. ഓ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്റെ ഒരു ചെറിയ സുഹൃത്തിനെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ തീർച്ചയായും പറയാം. അവൻ മഹാവികൃതിയാ, പക്ഷെ അവൻ സമർത്ഥനും ബുദ്ധിശാലിയുമാണ്. നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ. അവനെ നമുക്ക് പരിചയപ്പെടണ്ടേ? ഓ, അത് ഞാനായിരുന്നു. ഞാനിതാ എത്തി. ഹാ, കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ. ഹായ് സ്വീറ്റി. ഹേയ്, എന്നെ അങ്ങനെ വിളിക്കരുത്. ഞാൻ നിന്നേക്കാൾ മൂത്തതാണ്. ഓക്കേ, ഞാനും ഒരിക്കൽ വലിയവനാവും. അപ്പോൾ നീ എന്റെ ഫ്രണ്ടാവുമോ? തീർച്ചയായും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് നിനക്കറിയാമെന്ന് കരുതുന്നു. തീർച്ചയായും എനിക്കറിയാം. നല്ല രസം, തമാശ, ധാരാളം തമാശകൾ. ഇവൻ എപ്പോഴും തമാശയെപ്പറ്റി സംസാരിക്കും, വിലമതിപ്പിനെ പറ്റിയല്ല. വിലമതിപ്പോ? ഫ്രണ്ട്സ് വിൽപ്പനയ്ക്കുള്ളതാണോ? അവരെ എവിടെ വാങ്ങാൻ കിട്ടും? ആ വിലയല്ല ചെറുക്കാ. ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ സുഹൃത്തുക്കളാണ്. ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും നാം അവരോട് ദയ കാട്ടണം. നാം അവരെക്കുറിച്ച് ചിന്തിക്കണം. ഒരിക്കലും അവരോട് വഴക്കിടരുത്, അവരെ കുറ്റപ്പെടുത്തരുത്. പക്ഷേ അവർ വഴക്കിട്ടാൽ എന്ത് ചെയ്യും? നാം അവരോട് ക്ഷമിക്കണം. എന്നാൽ നമ്മൾ വീണ്ടും സുഹൃത്തുക്കളാവാം. അത് കൊള്ളാം. എനിക്ക് അവരെ പറ്റിക്കാനും തമാശ കാണിക്കാനുമാണ് ഇഷ്ടം. നമ്മൾ ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തരുത്. ആവശ്യങ്ങൾ വരുമ്പോൾ നാം അവരെ സഹായിക്കണം. ഓർമ്മയുണ്ടോ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. നമുക്ക് സുഹൃത്തുക്കളാവാം. ഒരിക്കൽ ഒരു കാക്കയും മാനും ജീവിച്ചിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു, ചെറുപ്പകാലം മുതൽക്ക് തന്നെ. അവിടെ ഒരു കുറുക്കനും താമസിച്ചിരുന്നു. അവൻ എപ്പോഴും ആരോഗ്യവതിയായ മാനിനെ തിന്നാൻ കൊതിച്ചിരുന്നു. ഭയങ്കര വിശപ്പ്. ഈ മാനിനെ കെട്ടിയ വയറ് നിറച്ച് തിന്നാമായിരുന്നു. ആദ്യം ഈ മാനിന്റെ വിശ്വാസം പിടിച്ചു പറ്റണം. അടുത്ത ദിവസം കുറുക്കൻ അവരുടെ അടുത്തെത്തി. അപ്പോൾ പതിവ് പോലെ മാനും കാക്കയും തമ്മിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഹായ്, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു. വേണ്ട, നിനക്കെങ്ങനെയാ ഞങ്ങളുടെ സുഹൃത്താവാൻ സാധിക്കുക? എന്തുകൊണ്ടൊരു കുറുക്കൻ മാനിന്റെയും കാക്കയുടെയും സുഹൃത്തായിക്കൂടാ? ദയവായി ഞാൻ ആരാണെന്ന് തെളിയിക്കാൻ ഒരു അവസരം തരണം. ഞാനൊരു നല്ല സുഹൃത്തായിരിക്കും കൂട്ടുകാരെ. ഓ, ഇവൻ നല്ലവനാണെന്ന് തോന്നുന്നല്ലോ. ഇവനെ നമുക്ക് സുഹൃത്തായി ചേർക്കാം. നിനക്ക് വട്ടുപിടിച്ചിട്ടുണ്ടോ? അതൊരിക്കലും സാധ്യമല്ല. സാരമില്ല മോനെ, ഞാൻ പോട്ടെ. നമുക്ക് പിന്നെ കാണാം. ഓക്കേ, ബൈ, സീ യു. അടുത്ത ദിവസം മാൻ തനിച്ചിരിക്കുമ്പോൾ, ഹായ്, ഇവിടെ അടുത്തൊരു വയലുണ്ട്. അവിടെ ധാരാളം ചെടികളുണ്ട്. നീ അവിടെ ചെന്നാ ധാരാളം പച്ചിലകൾ തിന്നാൻ കിട്ടും. പോകാം. മാൻ കുറുക്കന്റെ വാക്കിൽ വീണുപോയി. എന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി. ശരി, വാ, നമുക്ക് പോകാം. കുറുക്കൻ മാനിനെ ആ വയലിലേക്ക് കൊണ്ടുപോയി. ചെടികൾ കണ്ടപ്പോൾ മാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് അവൾ വളരെ സന്തോഷത്തോടെ പുല്ലുകൾ കടിച്ചു തിന്നുകൊണ്ടിരുന്നു. ഓ, വളരെ നന്ദി. എന്റെ വയറ് നിറഞ്ഞു. വാ, നമുക്ക് പോകാം. നീ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കുറുക്കൻ കാക്കയെപ്പറ്റി മോശമായി സംസാരിച്ചു. മാൻ കാക്കയെ കാണുന്നത് അവസാനിപ്പിച്ചു. അന്നു മുതൽ കുറുക്കനും മാനും രണ്ടുപേരും ഒരുമിച്ച് വയലിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്ത്? എന്റെ വിളവെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ആരാണിതെന്ന് കണ്ടുപിടിക്കണം. ഏയ്, എന്താണിത്? ഒരു മാനിന്റെ കാലടിപ്പാടുകൾ. ഞാനൊരു വലവരിച്ച് ആ മാനിനെ പിടിക്കും. അടുത്ത ദിവസം മാൻ പതിവ് പോലെ വയലിലേക്ക് ചെന്നു. പക്ഷേ അവൾ കർഷകൻ വിരിച്ച വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയി. ദൈവമേ, ഞാൻ വലയിൽ കുടുങ്ങിയല്ലോ. ആഹാ, എന്റെ പ്ലാൻ കൊണ്ട് ഫലമുണ്ടായി കഴിഞ്ഞു. എന്റെ ഭക്ഷണം എന്നെ കാത്തിരിക്കുകയാണ്. ആവേശം കൊണ്ട് കുറുക്കൻ പെട്ടെന്നൊരു മരത്തിന്റെ പുറകിലേക്ക് മാറി സ്വയം ഒളിച്ചിരുന്നു. ഓ, അവൻ വരുന്നുണ്ട്.
ആ സമയം കാക്ക വയലിന്റെ മുകളിലൂടെ പറന്നു വന്നു. അതെന്റെ കൂട്ടുകാരിയല്ലേ, അവൾ കുടുങ്ങിയിരിക്കുന്നു. ഞാൻ അവളെ സഹായിക്കണം. എന്റെ സുഹൃത്തെ, എന്നോട് ക്ഷമിക്കണം. നീ പറഞ്ഞത് കേൾക്കാത്ത എനിക്ക് ഇത് തന്നെ വേണം. കുറുക്കനെ പറ്റി നീ എനിക്ക് മുന്നറിയിപ്പ് തന്നു, പക്ഷേ അത് മറന്നേക്ക്. കർഷകൻ വരുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഞാൻ നിന്റെ കണ്ണു കൊത്തും. നീ ചത്തുപോയെന്ന് കർഷകൻ കരുതും. അയാൾ വല മാറ്റുമ്പോൾ നിനക്ക് ഓടിപ്പോകാം. നല്ല ഐഡിയയാണ്. നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അവിടെ വന്ന കർഷകൻ കാക്ക മാനിന്റെ കണ്ണു കൊത്തുന്നത് കണ്ടു. ഓ, ആ മാൻ ചത്തുപോയി. കർഷകൻ വല മാറ്റിയ ഉടനെ മാൻ തന്നെ കൊണ്ടാവുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി. നന്ദി. നമുക്ക് പണ്ടത്തെ പോലെ വീണ്ടും സുഹൃത്തുക്കളാവാം. ശരി കുട്ടികളെ, ഇനി നമുക്ക് ചില വാക്കുകളും അവയുടെ അർത്ഥവും പഠിക്കാം. അബൻഡന്റ്, വലിയ അളവിൽ ഉണ്ടാവുക. ഫ്രസ്ട്രേറ്റഡ്, വിജയിക്കാനാവാത്തതിലുള്ള നിരാശ. ട്രാപ്ഡ്, അക്രമികളെ നേരിടാൻ ബാധ്യസ്ഥരാവുക. ഒരു വലിയ ജോലി തനിച്ച് ചെയ്യാൻ സാധിക്കില്ല. സഹകരിച്ച് പ്രവർത്തിച്ചാൽ കഠിനമായ ജോലി പോലും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് വഴക്കിടാൻ സാധിക്കാത്തപ്പോൾ ഞാൻ കൂട്ടുകാരെയും കൂടെ കൊണ്ടുപോകണം. എനിക്ക് മനസ്സിലായി. നിനക്ക് എന്താണ് മനസ്സിലായതെന്ന് പറ. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കഠിനമായ ഒരു ജോലി പോലും വിജയകരമായി പൂർത്തിയാക്കാം. ഒരു ജോലി വലുതോ അതോ ചെറുതോ ആവട്ടെ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്കത് എളുപ്പത്തിൽ പൂർത്തിയാക്കാനാവും. അങ്ങനെയാണ് ഒരു കൂട്ടം പ്രാവുകൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമുക്ക് എന്തും ഒരുമിച്ച് ചെയ്യാം. പണ്ട് ഒരു കൂട്ടം പ്രാവുകൾ ജീവിച്ചിരുന്നു. അവയെ നയിച്ചിരുന്നത് ഒരു രാജാവായിരുന്നു. അവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഭക്ഷണത്തിനായി പറന്നു. ഒരിക്കൽ പ്രാവുകളുടെ കൂട്ടം വളരെ ദൂരം ആഹാരം തേടി പറന്നു. ഒടുവിൽ അവർക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. ആരും തളരാൻ പാടില്ല. നമ്മൾ തീർച്ചയായും ഭക്ഷണം കണ്ടെത്തും. കുറച്ചു സമയം കൂടി അന്വേഷിച്ചാൽ മതി. ഒരു കൊച്ചു പ്രാവ് തനിച്ചു പറന്നു. എന്നിട്ട് അവിടെ ചിതറിക്കിടക്കുന്ന ധാന്യങ്ങൾ കണ്ടു. ഒരാൽമരത്തിന്റെ അടിയിലാണ് അത് കണ്ടത്. താഴോട്ട് നോക്ക്, അരി. നമുക്ക് താഴേക്ക് പറക്കാം. താമസിയാതെ ബാക്കി പ്രാവുകളും അവളുടെ കൂടെ പറന്നു ചെന്ന് കൊത്തി തിന്നാൻ തുടങ്ങി. എല്ലാവരും വയറു നിറയെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മീതെ പെട്ടെന്നൊരു വല വീഴുകയുണ്ടായി. നമ്മൾ കുടുങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എല്ലാവരും പരിശ്രമിക്കേ. രക്ഷപ്പെടാനാവില്ല രാജാവേ. കയറിന് നമുക്ക് മുറിക്കാനാവാത്ത ബലമുണ്ട്. നമുക്കാർക്കും ഈ വലയിൽ നിന്ന് തനിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഒരുമിച്ചാൽ നമ്മുടെ ബലം കൊണ്ട് നമുക്ക് സ്വതന്ത്രരാവാം. നമുക്ക് പരസ്പരം സഹകരിക്കാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കൊരുമിച്ച് പറക്കാൻ തുടങ്ങാം. ഞാൻ പറക്ക എന്ന് പറഞ്ഞാലുടൻ വലയും കൊണ്ട് നമുക്ക് ആകാശത്തിലേക്ക് പറക്കാം. ശരി, തയ്യാറാണോ? പറക്ക്. പ്രാവിൻ കൂട്ടം പതുക്കെ ഉയരത്തിലേക്ക് പറന്നു. ഉയരത്തിൽ വീണ്ടും ഉയരത്തിൽ വലയും കൊണ്ട്. ആരും വേഗത കുറയ്ക്കരുത്. കുറച്ചു ദൂരെയായിട്ട് ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ എന്റെ സുഹൃത്ത് ചുണ്ടലി കുടുംബവുമൊത്ത് താമസിക്കുന്നുണ്ട്. അവൻ നമ്മെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. പറന്നെടുക്കുന്ന പ്രാവുകളുടെ വലിയ ആരവം കേട്ടപ്പോൾ ചുണ്ടലി ഭയന്ന് ഒളിച്ചു. എന്താണ് ആ ശബ്ദം? ഞാൻ അകത്ത് കടന്ന് സൂക്ഷിച്ചിരിക്കണം. പ്രിയപ്പെട്ട സുഹൃത്തേ, ഇത് ഞാനാ. വേഗം പുറത്തേക്ക് വരൂ. എലി പതുക്കെ പുറത്തേക്ക് നോക്കി. ഓ, അതെന്റെ സുഹൃത്താണ്. ഏയ്, നിനക്ക് സുഖമാണോ? എന്തു പറ്റി നിനക്ക്? ഞങ്ങളെല്ലാവരും ഈ വലയിൽ കുടുങ്ങിയിരിക്കുകയാണ്. നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. ഈ വല നിന്റെ കൂർത്ത പല്ലുകൊണ്ട് മുറിക്കണം. നിനക്കത് സാധിക്കും. ദയവായി ഞങ്ങളെ സഹായിക്കു സുഹൃത്തേ. അങ്ങയെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ആദ്യം നിങ്ങളെ രക്ഷിക്കാം മഹാരാജാവേ. അല്ല, ആദ്യം എന്റെ പ്രജകളെയാണ് രക്ഷിക്കേണ്ടത്.
രാജാവിന് പുറകെ അവർ ആകാശത്തിലൂടെ ചിറകടിച്ച് നീങ്ങി. ഞങ്ങളുടെ രാജാവ് ബുദ്ധിമാനാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കാമെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. കണ്ടെന്റഡ്, സംതൃപ്തരാവുക. നോയിങ്, പല്ലുകൊണ്ട് കടിക്കുക അഥവാ ചവച്ചരയ്ക്കുക. അഡ്മിറേഷൻ, അത്ഭുതത്തോടെ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുക. ഇപ്പോൾ എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. അതിനാൽ അവരുടെ സഹായത്തോടെ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ നീ അവരുമായി കാര്യങ്ങൾ പങ്കിടാറുണ്ടോ? എപ്പോഴും. ഞാൻ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പുസ്തകങ്ങളും CDസും എല്ലാം പങ്കിടാറുണ്ട്. അത് പങ്കിടലല്ല. നിന്റെ കളിപ്പാട്ടങ്ങളോ കഥപുസ്തകങ്ങളോ ഒക്കെ കൊടുക്കാറുണ്ടോ? ഓ, അത് ഞാൻ ചെയ്യാറില്ല. മറ്റുള്ളവരുമായി സാധനങ്ങൾ പങ്കിടുമ്പോൾ അത്ഭുതകരമായ പലതും സംഭവിക്കാം. ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ കഥ കാണുമ്പോൾ നീ ഇത് തീർച്ചയായും വിശ്വസിക്കും. ഈ പിശുക്കൻ പങ്കിടുന്നതിലുള്ള സന്തോഷം എങ്ങനെയാണ് പഠിച്ചതെന്ന് നോക്കാം. ദാനം ചെയ്യാൻ പഠിക്കുക. ഒരിടത്ത് ദുനിറാം എന്നൊരു പിശുക്കനായ വ്യക്തി ജീവിച്ചിരുന്നു. ഒരു ദിവസം അയാൾക്ക് പാൻ കേക്ക് തിന്നാൻ കൊതി തോന്നി. ഞാനിത് വാങ്ങിയ കുറെ പണം ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ഒറ്റയ്ക്കുണ്ടാക്കും. അയൽക്കാർക്ക് വാസന കിട്ടിയാൽ അവരുമായി പങ്കിടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ടെറസിൽ പോയി ഉണ്ടാക്കട്ടെ. അവിടെ ആവുമ്പോ ആരും അറിയാനിടയില്ല. അങ്ങനെ ദുനിറാം പാൻ കേക്ക് ഉണ്ടാക്കി അത് തണുക്കാനായി കാത്തിരുന്നു. അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേട്ടത്. ഓം ഭവതി ഭിക്ഷാം ദേഹി. ഓ, ഇതിലെ ഒരെണ്ണം ഈ സന്യാസിക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. ദുനിറാം ഒരു പാൻ കേക്ക് എടുക്കാൻ നോക്കി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവയെല്ലാം ഒട്ടിപ്പിടിച്ചിരുന്നു. അയാൾ ഓരോന്നും വെവ്വേറെയാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. ഓ, ഇപ്പൊ ഈ പാൻ കേക്ക് മുഴുവനും ഇയാൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? ദുനിറാം പാൻ കേക്ക്സ് എടുത്തുകൊണ്ടുപോയി സന്യാസിക്ക് കൊടുത്തു. വിശപ്പ് തീരുന്നതുവരെ ഇഷ്ടം പോലെ കഴിച്ചോളൂ. പാൻകേക്സ് ഒന്നും എനിക്ക് വേണ്ടിയല്ല, ശ്രീബുദ്ധനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും വേണ്ടിയാണ്. അവരെന്നെ കാത്തിരിക്കുകയാണ്. ഓ, ശ്രീബുദ്ധനോ? എനിക്ക് മാപ്പ് തരണം. അതെനിക്കറിയില്ലായിരുന്നു. താങ്കൾക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരൂ. ശ്രീബുദ്ധനെ ദർശിക്കുന്നത് എനിക്ക് അനുഗ്രഹമായിരിക്കും. എന്നെയും താങ്കളുടെ കൂടെ കൊണ്ടുപോകണം. അല്പസമയത്തിനുള്ളിൽ അവർ ശ്രീബുദ്ധന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശ്രീബുദ്ധൻ പാൻ കേക്ക് സ്വീകരിച്ചു. എന്നിട്ട് അവയെ തന്റെ ശിഷ്യന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തു. ദുനിറാമിനും അതിലൊരു പങ്ക് കിട്ടി. വളരെ നന്ദി ഗുരുവേ. ആഹാ, വളരെ നന്ദി ഗുരുവേ. എനിക്ക് വല്ലാത്തൊരു സംതൃപ്തി തോന്നുന്നു. നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ആനന്ദമുണ്ടാകും. ദുനിറാം പാത്രത്തിൽ നോക്കിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. ഓ, എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പാൻ കേക്ക് ഇഷ്ടം പോലെ കഴിച്ചു. എന്നിട്ടും പാത്രത്തിൽ നിറയെ ഉണ്ട്. ഇതുപോലൊരു അത്ഭുതം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഇത് എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമാണ്. ദുനിറാം യാത്ര പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അയാൾ ആകെ മാറിയിരിക്കുന്നു. നാളെ ഞാൻ ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. തീർച്ച. മൈസർ, പണവും മറ്റു സാധനങ്ങളും ആർക്കും കൊടുക്കാത്ത പിശുക്കൻ. ഡിസൈപ്പിൾ, ഒരാളുടെ നിയമങ്ങൾ വിശ്വസിച്ച് അത് മറ്റുള്ളവരെ അറിയിക്കാൻ സഹായിക്കുന്നവൻ. ബ്ലെസ്സിംഗ്, ദൈവിക സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. നീ എനിക്ക് വാക്ക് തരാമോ? എല്ലാ സാധനങ്ങളും മറ്റുള്ളവരുമായി പങ്കിടുമെന്ന്. ഓക്കേ, വാക്ക് തരുന്നോ? ഞാൻ കണ്ടിരിക്കുന്നു. നീ എന്നോട് നുണ പറയുമ്പോൾ എനിക്ക് വേഗം കണ്ടുപിടിക്കാനാവും. നുണ പറയരുത്.
സത്യം പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ജനങ്ങൾ സത്യം പറഞ്ഞാലേ നിന്നെ വിശ്വസിക്കൂ. അങ്ങനെയാണെങ്കിൽ നുണ പറയുന്നത് കൊണ്ട് ഒരു മെച്ചവും ഉണ്ടാവില്ല എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഒരു നുണ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നുണ പറയാൻ ബാധിതരാവും. അത് കാരണം നമ്മൾ വലിയ പ്രശ്നങ്ങളിൽ കുടുങ്ങും. സത്യത്തിന് മാത്രമേ നമ്മെ ഏത് പരിതസ്ഥിതിയിൽ നിന്നും രക്ഷിക്കാനാവൂ. ഇനി സത്യം സംസാരിക്കുന്നതുകൊണ്ട് നേട്ടങ്ങൾ നേടുന്നതും കള്ളം പറയുന്നതുകൊണ്ടുള്ള ദോഷത്തെക്കുറിച്ചും നമുക്ക് കാണാം. നമുക്ക് സത്യം പറയാം. ഒരു ഗ്രാമത്തിലുള്ള കാടിന്റെ സമീപത്തായി 2 മരം വെട്ടുകാർ താമസിച്ചിരുന്നു. രാമൻ എന്ന ആദ്യത്തെ മരം വെട്ടി വളരെ ആരോഗ്യവാനും സത്യസന്ധനുമായിരുന്നു. രവി എന്ന മറ്റൊരു മരം വെട്ടി മടിയനും മഹാദുഷ്ടനുമായിരുന്നു. രണ്ടുപേരും സമീപമുള്ള കാട്ടിൽ നിന്ന് മരം വെട്ടിയാണ് ജീവിതം നയിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ അതിരാവിലെ രാമൻ ജോലി ചെയ്യാനായി പുറപ്പെട്ടു. ഓ, അവൻ അതിരാവിലെ പുറപ്പെട്ടല്ലോ. കഷ്ടം തന്നെ. ഞാൻ കുറച്ച് താമസിച്ചേ പോകൂ. ഇവന്റെ കൂടെ പോയാൽ ശരിയാവില്ല. ഇവിടെ നല്ല മരങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഏതായാലും നദിയുടെ മറുകരയിലേക്ക് പോട്ടെ. അവിടെ നല്ല മരങ്ങളുണ്ടാവും. അങ്ങനെ രാമൻ നദിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ അയാൾ ഒരു വലിയ മരം കണ്ടു. രാമൻ മരത്തിന്റെ മുകളിൽ കയറി മരം വെട്ടാൻ ആരംഭിച്ചു. മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മഴു തെന്നി നദിയിലേക്ക് വീണു. അയ്യോ, എന്റെ മഴു, അയ്യോ, ഞാനിനി എന്തു ചെയ്യും? പണം സമ്പാദിക്കാൻ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്വത്തായിരുന്നു അത്. അതില്ലാതെ ഞാനിനി എന്തു ചെയ്യും? എന്റെ ദൈവമേ, എന്നെ സഹായിക്കൂ. അയാൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു ഈ നദിയിൽ വീണുപോയി. എന്നെ ഒന്ന് സഹായിക്കൂ. വിഷമിക്കേണ്ട, മഴു ഞാൻ എടുത്തു തരാം. ദേവി നദിയിൽ നിന്ന് ഒരു മഴു എടുത്തു. അത് തിളങ്ങി, കാരണം അത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു. ഇത് നിന്റെ മഴുവാണോ മകനെ? അല്ല ദേവി, അതെന്റെ മഴുവല്ല. ദേവി വീണ്ടും നദിയിൽ നിന്ന് മറ്റൊരു മഴു എടുത്തു. അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു. മകനെ, ഇത് നിന്റെ മഴുവാണോ? അല്ല ദേവി. പിന്നീട് ദേവി ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ മറ്റൊരു മഴു കൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ നിന്റേത്? അതെ ദേവി, ഈ മഴുവാണ് എന്റേത്. മകനെ, നിന്റെ സത്യസന്ധതയിൽ നാം സന്തോഷിക്കുന്നു. ഈ 3 മഴുവും നിനക്കുള്ളതാണ്. ഇത് നിന്റെ സത്യസന്ധതയ്ക്കുള്ള പാരിതോഷികമാണ്. ഇത് 3ഉം നിനക്കാണ്. രാമൻ ആ 3 മഴുവും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അയാൾ സ്വർണമഴു വിറ്റ് പണക്കാരനായി. എങ്ങനെയാണ് ഇവൻ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനായത്? രവി ആ രഹസ്യം എങ്ങനെയോ മനസ്സിലാക്കി. എന്നിട്ട് അതേപോലെ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ രവി കരുതിക്കൂട്ടി തന്റെ മഴു നദിയിലേക്കിട്ടു. ദൈവമേ, എന്റെ മഴു എത്രയും വേഗം ഒന്ന് എടുത്തു തരാമോ? ദേവി പ്രത്യക്ഷയായി. എന്തിനാണ് കരയുന്നത് മകനെ? ദേവി, എന്റെ മഴു നദിയിൽ വീണു. എന്നെ സഹായിക്കണം. ആ മഴു എടുത്തു തരണം. ഇവൻ എന്റെ അടുത്ത് കളിക്കുകയാണ്. ഞാൻ ഇവനെ ഒരു പാഠം പഠിപ്പിക്കും. ദേവി ആദ്യം അവന്റെ ഇരുമ്പു മഴു പുറത്തെടുത്തു. ഇതാണോ നിന്റെ മഴു? അല്ല, രാം എന്നോട് പറഞ്ഞത് ആദ്യം സ്വർണ്ണമഴു കാണിച്ചു എന്നായിരുന്നല്ലോ. പക്ഷേ ഇപ്പൊ ദേവി കാണിക്കുന്നത് ഇരുമ്പിന്റെ മഴുവാണല്ലോ. അത് സാരമില്ല, എന്തായാലും ഉത്തരം പറയാം. അല്ല, ഇതെന്റെ മഴു അല്ല, ഇതല്ല. ദേവി പിന്നീടൊരു വെള്ളി മഴു പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അയാളെ കാണിച്ചു. ഇതാണോ നിന്റെ മഴു? അല്ല അല്ല, ഇതും എന്റെ മഴു അല്ല. അപ്പോൾ ദേവി സ്വർണമഴു എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ ഇതാണോ നിന്റെ മഴു? അതെ അതെ അതെ, ഇത് തന്നെയാണ് എന്റെ മഴു, ഇത് തന്നെ. ദേവി വല്ലാതെ കോപിഷ്ഠയായി. എന്തൊരു ധൈര്യമാണിത്? എന്നോട് നുണ പറയുന്നോ? നുണ പറയുന്നതിന് നീ ശിക്ഷിക്കപ്പെടണം. ഇതും പറഞ്ഞ് ദേവി മഴുവും കൊണ്ട് അദൃശ്യയായി. എന്റെ മഴു, എന്റെ മഴു! ദേവി, നുണ പറഞ്ഞതിന് എന്നോട് ദയവായി ക്ഷമിക്കണം. എന്റെ ഇരുമ്പ് മഴു തിരിച്ചു തരൂ. എന്റെ ദൈവമേ, ഞാനിനി എന്തു ചെയ്യും? അയാളുടെ നിലവിളിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. രവി മഴു ഇല്ലാതെ വീട്ടിലേക്ക് മടങ്ങി. അതായിരുന്നു അയാളുടെ ഒരേ ഒരു സ്വത്ത്. പക്ഷേ അയാൾ ഒരു പാഠം പഠിച്ചു. മീൻ
യാതൊരു ഔദാര്യവും കാണിക്കാത്ത സ്വഭാവമുള്ളവൻ. ഗ്ലിറ്റർ, നല്ല പ്രകാശമുള്ള വെളിച്ചം പരത്തുന്ന സ്വഭാവം. ഡെലിബ്രേറ്റ്ലി, കരുതിക്കൂട്ടി. എനിക്ക് മനസ്സിലായി. സത്യം 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 മാത്രമേ പറയാവൂ. സന്തോഷമായോ? കമോൺ, നീ ഇപ്പോഴും കാര്യത്തോടെയല്ല. വെറും സത്യം മാത്രം മതിയാവില്ല. നമ്മൾ കരുണ കാണിക്കണം, എന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ഓ കമോൺ, നീ പറയുന്നത് ഞാൻ ആരെയെങ്കിലും അടിച്ചാൽ പിന്നീട് ഞാൻ അവരുടെ കണ്ണുനീർ തുടയ്ക്കണമെന്നാണോ? നീ തമാശ പറയായിരിക്കും. ആരെങ്കിലും വേദനപ്പെട്ടിരുന്നാൽ നമുക്കവരോട് കരുണയോടെ സംസാരിക്കാം, എന്നിട്ടവരെ സന്തോഷിപ്പിക്കാം. ആദ്യത്തെ കാര്യം, നീ ഒരിക്കലും വഴക്കിടരുത്. പിന്നെ തെറ്റ് നിന്റെ അടുത്താണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? നമ്മൾ കരുണയുള്ളവരായാൽ ധാരാളം കൂട്ടുകാരെ ഉണ്ടാക്കാം. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അവരും അത്ര കരുണ നമ്മളോട് കാണിച്ച് നമ്മെ സഹായിക്കും. അതുതന്നെയായിരുന്നു സിംഹവും ചെയ്തത്. എന്നിട്ടവന് കരുണ കാണിച്ചതിനുള്ള സമ്മാനവും കിട്ടി. കരുണയുള്ളവരാവുക. ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹം വയർ നിറയെ ഭക്ഷണം കഴിച്ചുറങ്ങുകയായിരുന്നു. ഒരു ചുണ്ടലി അതിലൂടെ പോകാൻ ഇടയായി. അത് പതുക്കെ സിംഹത്തിന്റെ മുകളിലേക്ക് നടന്നു വന്നു. ഞാൻ ഒരിക്കലും ഒരു സിംഹത്തെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. എന്തൊരു ചെവി, എത്ര നല്ല പിങ്ക് മീശ, മനോഹരമായ കുഞ്ചി രോമം. ഇവൻ ശരിക്കും മഹാരാജാവ് തന്നെ. ഞാൻ ഇവന്റെ മേലെ കയറി കളിക്കട്ടെ. ഇവൻ നല്ല ഉറക്കത്തിലാണ്. എലി സിംഹത്തിന്റെ മുകളിൽ കളിച്ചു. പക്ഷേ സിംഹം ഉണർന്നു. ആരാണിത്? എടാ എടാ ചുണ്ടലി, എന്നെ ഉണർത്താൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ വിശ്രമത്തെ ശല്യപ്പെടുത്തുന്നവൻ മരണയോഗ്യനാണ്. ഞാൻ നിന്നെ കൊന്നു തിന്നാൻ പോവുകയാണ്. എന്നെ ദയവായി തിന്നരുത് മഹാരാജാവേ. ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു. എന്നെ വിട്ടയക്കണം. താങ്കൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിക്കാമെന്ന് വാക്ക് തരുന്നു. ആർക്കറിയാം, ഒരു ദിവസം ഞാൻ താങ്കളുടെ ജീവൻ രക്ഷിച്ചേക്കാം. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. നീ എന്റെ ജീവൻ രക്ഷിക്കുമെന്നോ? എന്തൊരു വിഡ്ഢിത്തരമാണിത്. പക്ഷേ നീ എന്നെ ചിരിപ്പിച്ചിരിക്കുന്നു, കൂടാതെ എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടയക്കാൻ പോകുകയാണ്. അങ്ങനെ സിംഹം വിരലുകൾ നിവർത്തി എലിയെ പോവാൻ അനുവദിച്ചു. വളരെ നന്ദി മഹാരാജാവേ. താങ്കൾ കാണിച്ച കരുണയ്ക്ക് നന്ദി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചുണ്ടലി ഒരു പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് താഴെയിട്ടു. എന്തായിരുന്നു ദുശബ്ദം? ഓ, സിംഹത്തിന്റെ ഗർജനം. സിംഹത്തിന് എന്തോ ആപത്തുണ്ടായെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. ചുണ്ടലി ഗർജനം കേട്ട സ്ഥലത്തേക്ക് ഓടി. അവിടെ വയലിൽ കുടുങ്ങിക്കിടക്കുന്ന സിംഹത്തെ കണ്ടു. ഓ, നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ വലയിൽ നിന്ന് പുറത്തു വരാനാവുന്നില്ല. മഹാരാജാവേ, വിഷമിക്കേണ്ട. ഞാനിവിടെ ഇല്ലേ. ഞാൻ താങ്കളെ രക്ഷിക്കാം. ചുണ്ടലി ഉടൻ വല കടിച്ചു മുറിച്ച് തുണ്ടുകളാക്കി. എന്നിട്ട് സിംഹം സ്വതന്ത്രനായി വീണ്ടും എഴുന്നേറ്റ് നിന്നു. സിംഹം ചുണ്ടലിയെ നോക്കി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നീ ഒരുപാട് ചെറുതായതുകൊണ്ട് ഞാൻ നിന്നെ വല്ലാതെ കളിയാക്കി. എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അതെന്റെ കടമയാണ് മഹാരാജാവേ. അന്നു മുതൽ ശേഷിച്ച ജീവിതകാലം മുഴുവനും അവർ ഒരുമിച്ച് ജീവിച്ചു. മജസ്റ്റിക്, രാജകീയമായ അഥവാ മാന്യതയുടെ പ്രൗഢി. ട്രെംബ്ലിംഗ്, പേടിച്ചു വിറയ്ക്കുക. റിലീഷ്, സന്തോഷം നേടുക. ഓക്കേ, ഞാൻ ദയയും സത്യസന്ധതയുമുള്ളവനും എല്ലാവരെയും സഹായിക്കുന്നവനുമാവും. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെയും സംരക്ഷിക്കാൻ മറക്കരുത്. തീർച്ചയായും ഞാൻ എന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ വൃത്തിയായും ആരോഗ്യത്തോടെയും എന്നെ സംരക്ഷിക്കും. എന്റെ ശീലങ്ങളെക്കുറിച്ച് നിനക്കറിയുന്നതല്ലേ, എല്ലാം നല്ലവയാണ്. ഞാൻ അവയൊന്നും അറിഞ്ഞിട്ടേയില്ല. നിങ്ങളുടെ മനസ്സിനെ എന്നും
ആരോഗ്യത്തോടെയും ശ്രദ്ധയോടെയും സൂക്ഷിക്കണം. കൂടാതെ ഗുരുതരാവസ്ഥയിലും ബുദ്ധിശാലികളായിരിക്കണം. അപ്പോൾ ഏതൊരു അപകടകരമായ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പം പുറത്തുവരാൻ സാധിക്കും. നിങ്ങളെ സ്വയം പരിപാലിക്കുക. 3 മീനുകൾ ഒരിക്കൽ ഒരു തടാകത്തിൽ ജീവിച്ചിരുന്നു. 3 സുഹൃത്തുക്കളും ധാരാളം സമയം ഒരുമിച്ച് തന്നെ ചിലവാക്കി. ആ തടാകത്തിൽ വിരിഞ്ഞ താമരകൾക്കിടയിലൂടെ അവ നീന്തിക്കൊണ്ടേയിരുന്നു. അവർ പരസ്പരം സംസാരിക്കാറുമുണ്ടായിരുന്നു. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ എന്താ കാത്തിരിക്കുന്നത്? വരൂ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് നീന്തിപ്പോകാം. തീർച്ചയായും, ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വാ പോകാം. മൂന്നുപേരും സന്തോഷത്തോടെ നീന്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് നോക്ക്, ഒരു ബോട്ട്. ഈ വശത്തേക്ക് വാ. കേട്ടോ, മനുഷ്യർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അവരെന്താണ് സംസാരിക്കുന്നത്? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ബോട്ടിന്റെ അടുത്ത് ചെന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കാം. സൂക്ഷിക്കണം കേട്ടോ. സൂക്ഷിച്ച് ചെല്ല്. ഏയ്, ഈ തടാകം നോക്കൂ. ഇതിൽ നിറയെ മത്സ്യങ്ങളാണ്. ഇവിടെ നമുക്ക് മത്സ്യം പിടിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ്. മറ്റു മീൻപിടുത്തക്കാരൊന്നും ഇവിടെ വരുന്നില്ല. നമുക്ക് കുട്ടകൾ നിറയെ മീനുകളുമായി പോകാം. നോക്കൂ കൂട്ടുകാരെ, കേൾക്കൂ, ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. ദുഃഖവാർത്തയോ? ഓ, എന്താണത്? നാളെ രാവിലെ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടും. അതാണ് മീൻപിടുത്തക്കാർ സംസാരിച്ചത്. ഓ, അത് ശരിക്കും ദുഃഖവാർത്ത തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും പോണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വേണം, എനിക്ക് ധാരാളം കഴിവുകളുണ്ട്. ഒരു മീൻപിടുത്തക്കാരനും എന്നെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റില്ല. ഞാനും ഈ സ്ഥലത്തു നിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി അറിയാം. ആ, ഇവിടെ ജീവിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇവിടെ നിന്നും ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് ബുദ്ധി. ഇവിടെ അപകടം പതിയിരിക്കുന്നു. ഞാൻ അടുത്ത തടാകത്തിലേക്ക് നീന്താൻ പോവുകയാണ്. അവിടം സുരക്ഷിതമായിരിക്കും. നിങ്ങളും എന്നോടൊപ്പം വരൂ. നമുക്ക് ഈ തടാകത്തിൽ നിന്നും വേഗം പോകണം. സോറി, ഞാൻ വരുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ. ബൈ. അങ്ങനെ മൂന്നാമത്തെ മീൻ മറ്റൊരു തടാകത്തിലേക്ക് നീന്തിപ്പോയി. മറ്റുള്ള 2 മീനുകളോടും അത് വിട പറഞ്ഞു. ഇവൻ എന്തൊരു ഭീരുവാണ്. ഈ തടാകം വിട്ടവൻ പോകുന്നല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം രാവിലെ ആ മീൻപിടുത്തക്കാരൻ ഒരു വലിയ വലയുമായി ആ തടാകത്തിലെത്തി. അയാൾ വീണ്ടും വീണ്ടും തടാകത്തിൽ വലയിറക്കി മീനുകളെ പിടിച്ചു. നമ്മൾ ഇഷ്ടം പോലെ മീൻ പിടിച്ചു. പിടിക്കപ്പെട്ട മീനുകളോടൊപ്പം ആ 2 മീനുകളും നമ്മുടെ ഉണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് രണ്ടാമത്തെ മീനിന് ഒരാശയം തോന്നി. അത് ചത്തതുപോലെ അഭിനയിച്ച് കിടന്നു. ആ മീൻപിടുത്തക്കാരൻ അതിനെ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്നത് തടാകത്തിന്റെ ആഴത്തിലേക്ക് നീന്തിപ്പോയി. സ്വയം രക്ഷിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആദ്യത്തെ മീൻ ചത്തുപോയി. ബ്ലൂം. പൂക്കൾ ഉണ്ടാക്കുക അഥവാ പുഷ്പിക്കുക. ബിഡിംഗ്. എന്തെങ്കിലും നേടാനായി കാര്യമായി പരിശ്രമിക്കുക. കവേർഡ്. ഭീരുവായ ഒരു മനുഷ്യൻ. ഡാൻസ് ചെയ്യുന്നൊന്ന് നിർത്താമോ? ഓ, പ്ലീസ് എന്നെ തടയരുത്. ഞാനിപ്പോൾ ഡാൻസ് ചെയ്യാനുള്ള മൂഡിലാണ്. നീ ഒരിക്കലും പറഞ്ഞാ കേക്കില്ല. നീ ഒബേ എന്നൊരു വാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തീർച്ചയായും. ഓ, കേട്ടിട്ടുണ്ട് മോളെ. ഓ മോളെ എന്നല്ല, ഒബേ എന്നാണ് പറഞ്ഞത്. ആദ്യം ഡാൻസ് ചെയ്യുന്ന നിർത്ത്. ഓക്കേ. ഒബേ എന്നാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക എന്നാണ്.
നിങ്ങളുടെ രക്ഷിതാക്കളോ ടീച്ചർമാരോ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ശരിയാ, സാധാരണ അവരെന്നോട് പഠിക്കാനും ഒച്ചയുണ്ടാക്കാതിരിക്കാനും പറയും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അവർ പറയാറുണ്ട്. ഒരു ചെറിയ കോഴിക്കുഞ്ഞ് അതിന്റെ അമ്മ പറയുന്നതനുസരിക്കാതെ കഷ്ടപ്പെടുന്നതിനെപ്പറ്റി പറയാം. അനുസരിക്കാൻ പഠിക്കൽ. ഒരു ഗ്രാമത്തിൽ ഒരു പിടക്കോഴി ഉണ്ടായിരുന്നു. അതിന് 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ വളരെ അനുസരണമുള്ളവരായിരുന്നു. ഒരിക്കലും അവർ അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല. പക്ഷെ മറ്റൊരു കുഞ്ഞ്, അതായത് 3ാമത്തേത്, വളരെ വികൃതിയായിരുന്നു. ചിലപ്പോൾ തനിച്ച് ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. നോക്കൂ മക്കളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം തേടി നോക്കണം. 3ാമത്തെ കുഞ്ഞെ നീയും കേട്ടല്ലോ. കേട്ടോ അമ്മേ? അവർ കൊത്തി തിന്നും കൊണ്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ തള്ളക്കോഴി അടുത്തുതന്നെ ഒരു ചോളം കണ്ടു. നോക്കൂ മക്കളെ, അവിടെ ഒരു ചോളം കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അത് തിന്നാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങിക്കിടക്കും. അമ്മ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും 3ാമത്തെ കുഞ്ഞ് പതുക്കെ ചോളത്തിന്റെ അടുത്തെത്തി. അമ്മ എന്നെ നോക്കുന്നില്ല. ഞാൻ ഒരേ ഒരെണ്ണം തിന്നു നോക്കട്ടെ. കോഴിക്കുഞ്ഞ് ഒരെണ്ണം കൊത്തിയെടുത്ത് അത് വിഴുങ്ങാൻ ശ്രദ്ധിച്ചു. കണ്ടില്ലേ, ചോളം അതിന്റെ തൊണ്ടയിൽ കുടുങ്ങി. എന്റെ ദൈവമേ, നീ എന്തിനാണത് തിന്നത്? ഞാൻ മുൻപേ പറഞ്ഞതല്ലേ. ഇവിടെ നിൽക്ക്, ഞാൻ നിനക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. തള്ളക്കോഴി അടുത്തുള്ള തടാകത്തിലേക്ക് ഓടിപ്പോയി. പ്രിയപ്പെട്ട തടാകമേ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? എന്റെ കുഞ്ഞൊരു ചോളം തിന്നു, അതവന്റെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. കഷ്ടം തന്നെ. ഒരു പാത്രം കൊണ്ടുവരൂ, ഞാൻ നിനക്ക് വെള്ളം തരാം. അവിടെ ഇരിക്കുന്ന ഒരു വൃദ്ധയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അവരോട് നിനക്കൊരു പാത്രം ഉണ്ടാക്കി തരാൻ പറ. ശരി, ഞാൻ പാത്രവും കൊണ്ട് തിരിച്ചു വരാം. തള്ളക്കോഴി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വൃദ്ധയുടെ അടുത്തേക്ക് വേഗം നടന്നു. പ്രിയപ്പെട്ട അമ്മുമ്മേ, എനിക്ക് വേണ്ടി ഒരു പാത്രം ഉണ്ടാക്കി തരാമോ? എന്നാൽ എനിക്ക്... അമ്മക്കോഴി നടന്ന കാര്യങ്ങൾ ആ വൃദ്ധയോട് പറഞ്ഞു. ഓ, എനിക്ക് സങ്കടം തോന്നുന്നു. വേഗം ഒരു വാഴയില കൊണ്ടുവരൂ. അതിനു മുൻപ് എന്റെ സൂചി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ? തള്ളക്കോഴി സൂചിക്കായി തേടി നോക്കി. സൂചി കണ്ടുപിടിച്ച ശേഷം അവർ വാഴയില കൊണ്ടുവരാനായി പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, നീ എനിക്കൊരു ഇല തരാമോ? എന്നാൽ ആ വൃദ്ധ എനിക്കൊരു പാത്രം ഉണ്ടാക്കി തരും. തടാകം എന്റെ മകന് വെള്ളം കൊണ്ടുവരും. തള്ളക്കോഴി വീണ്ടും നടന്നതെല്ലാം വിശദമാക്കി. ഓ, കഷ്ടം തന്നെ. നീ വിഷമിക്കണ്ട, ഞാൻ ഇല തരാം. പക്ഷെ അതിനു മുമ്പായിട്ട് നീ കൃഷിക്കാരനോട് ഈ ഇലകളൊന്ന് മുറിച്ച് മാറ്റാൻ പറയുമോ? ഇതിന്റെ ഭാരം എനിക്ക് താങ്ങാൻ വയ്യ. തീർച്ചയായും ഞാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് തള്ളക്കോഴി കൃഷിക്കാരനെ കാണാൻ വേണ്ടി ഓടി. ഏയ് കോഴി, എന്താണിത്ര ധൃതി? ഓ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്. തള്ളക്കോഴി അയാളുടെ സഹായം അഭ്യർത്ഥിച്ചു. ദയവായി എന്നെ സഹായിക്കണം കൃഷിക്കാരാ. എന്റെ മകന്റെ തൊണ്ടയിൽ ഒരു ചോളമണി കുടുങ്ങിയിരിക്കുകയാണ്. ദയവായി വാഴക്കുല വെട്ടാമോ? എന്നാൽ വാഴ എനിക്ക് ഇല തരും. ഓ, ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, ഒരാഴ്ച നീടുന്ന മുട്ടകളെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരണം. അതൊരു പ്രശ്നമേ അല്ല, ഞാൻ തരാം. ഒന്ന് വേഗം വരൂ. കൃഷിക്കാരൻ വാഴക്കുല മുറിച്ചെടുത്തു. ഹാ, എന്തൊരാശ്വാസം. ഇതാ, ഈ വാഴയില നീ എടുത്തോ. 2 പേർക്കും നന്ദി. തള്ളക്കോഴി ഇലയും കൊണ്ട് വൃദ്ധയുടെ അടുത്തേക്ക് ഓടി. ഓ, നീ ഇലയും കൊണ്ടെത്തിയല്ലേ? ഞാനൊരു പാത്രം ഉണ്ടാക്കി തരാം. പാത്രമുണ്ടാക്കിയതിൽ നന്ദി. തള്ളക്കോഴി പാത്രവും കൊണ്ട് തടാകത്തിന്റെ അടുത്തേക്ക് ഓടി. തടാകം പാത്രത്തിൽ വെള്ളം നിറച്ചു. നന്ദി തടാകമേ. തള്ളക്കോഴി വെള്ളത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കോഴിക്കുഞ്ഞ് പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചു. നിന്റെ തുക്കിൽ നിന്നത് എത്ര നന്നായി. അത് തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഞാൻ ചെയ്തത് തെറ്റാണമ്മേ. ഞാനൊരു പാഠം പഠിച്ചു. ഈ നിമിഷം മുതൽ ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കും. എനിക്ക് മാപ്പ് തരണം അമ്മേ. അമ്മ എന്തു പറഞ്ഞാലും അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സാരമില്ല, അത് മറന്നേക്ക്. വാ പോകാം. ഒബീഡിയന്റ്. അധികാരമുള്ളവരുടെ നിർദ്ദേശങ്ങളും ആജ്ഞകളും ശിരസാ വഹിക്കുക. ചോപ്ഡ്.
മുറിച്ചെടുക്കുക. റിലീഫ്, ആശ്വാസം ലഭിക്കുക. ടോട്ടോ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈയിടെയായി കാടുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രശ്നങ്ങൾക്ക് വഴിയുണ്ടാക്കും. മഴയുണ്ടാവില്ല, ചൂട് കൂടും, അങ്ങനെ പലതും. എത്ര മനോഹരമായ പ്രകൃതി, മനോഹരമായ പൂക്കൾ, വലിയ മരങ്ങൾ, മലകൾ, പുഴകൾ, മൃഗങ്ങൾ എല്ലാമുണ്ട്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക മാത്രമല്ല, പകരം അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടയുകയും വേണം. ഇതുവരെ അതിനുവേണ്ടി നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറ. പറയത്തക്കതായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. പ്രകൃതിയെ സ്നേഹിക്കൂ. ബാബു 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച്, സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി എന്താണെന്ന് ഓരോരുത്തരായി പറയാമോ? സർ, ഞാനൊരു വയസ്സായ മനുഷ്യനെ റോഡ് കടക്കാൻ സഹായിച്ചു. കൊള്ളാം. സർ, ഞാനൊരു മുറിവേറ്റ നായെ സഹായിച്ചു സർ. കൊള്ളാം. ബാബു, ഇനി നീയാണ് പറയേണ്ടത്. സർ, ഇന്ന് ഞാൻ മരച്ചില നട്ടു. എന്നിട്ട് ചെടികൾ നനച്ചു. ഓ, അത് കൊള്ളാമല്ലോ. ചെടിക്ക് വെള്ളം നനച്ചത്രേ. ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ചിരിച്ചു. ചിരിച്ചത് മതി. നിങ്ങളെക്കാളെല്ലാം മികച്ച പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. പകരം നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി എണ്ണമില്ലാത്ത മരങ്ങൾ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നു മുതൽ എല്ലാവരും വീട്ടിൽ ഒരു നല്ല ചെടി നട്ടുവളർത്തുവാൻ തീരുമാനിക്കണം. ക്ഷമിക്കണം സർ, ഇന്നു മുതൽ ഞങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയ്ക്ക് പതിവായി വെള്ളം നനയ്ക്കാം. സർവൈവൽ, ജീവനോടെയിരിക്കുന്ന അവസ്ഥ. സാപ്ലിംഗ്, ചെറിയ മരം. പപ്പ്, നായ, ചെന്നായ തുടങ്ങിയ പല മൃഗങ്ങളുടെയും കുട്ടികൾ. ഹേയ് മോളെ, നോക്ക്, ഞാൻ മൈക്കൽ ജാക്സൺ ആണ്. ടോട്ടോ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. സ്വന്തം രീതിയിൽ പ്രത്യേകതയുള്ളവരാണ്. മറ്റുള്ളവരെ പോലെ ഭാവിക്കാൻ നാം ശ്രമിക്കരുത്. ഓ, എനിക്ക് അദ്ദേഹത്തെ പോലെ ഡാൻസ് കളിക്കാനാവില്ലെന്നാണോ പറഞ്ഞത്? ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരാളെപ്പോലെ ആയില്ലല്ലോ എന്ന കാര്യമോർത്ത് വിഷമിക്കരുത് എന്നാണ്. മറ്റുള്ളവരെ പോലെ ഭാവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങും. അതൊഴിവാക്കാൻ നിങ്ങൾ നിങ്ങളായിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ഹേയ്, ഇതാ നോക്ക്, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഡാൻസ് കളിക്കുന്നു. അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളും പ്രശ്നത്തിലാകും. നീലക്കുറുക്കനെ പോലെ. വ്യത്യസ്തരാവുക. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഭക്ഷണം തേടി കാട്ടിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു. അവൻ നടന്ന് നടന്ന് ഒടുവിൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കുറുക്കൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു. ഹാവൂ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നായ്ക്കൾ എന്നെ ആക്രമിക്കാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് കുറുക്കൻ ആപത്ത് മനസ്സിലാക്കി. അവൻ നായ്ക്കളുടെ കുര കേട്ടു. ഓ, അവറ്റകൾ എന്റെ മണം പിടിച്ചിരിക്കുന്നു. ഏത് നിമിഷവും അവറ്റകൾ ഇവിടെ എത്തും. അതിനു മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഒളിക്കണം. അതെ, അവിടെ ഒരു വലിയ വീപ്പ കാണുന്നു. ഞാൻ അതിനകത്തേക്ക് ചാടാൻ പോവുക, എങ്കിലേ രക്ഷയുള്ളൂ. അങ്ങനെ കുറുക്കൻ നീല ചായം നിറച്ചിരുന്ന വീപ്പയ്ക്കകത്തേക്ക് ചാടി. ഞാനിവിടെ കുറച്ചുനേരം മറഞ്ഞിരിക്കും. പേടിച്ചരണ്ട കുറുക്കൻ വീപ്പയ്ക്കകത്ത് തന്നെ ഇരുന്നു. നായ്ക്കൾ പോയെന്ന് ഉറപ്പുവരുന്നതുവരെ അവിടെ ഇരുന്നു.
എന്നിട്ട് പതുക്കെ അവൻ ചായം നിറച്ച വീപ്പയിൽ നിന്നും പുറത്തു വന്നു. അവൻ സ്വയം അതിശയിച്ചുപോയി. ഞാൻ നീല നിറമായിരിക്കുന്നു. എന്റെ ചെവികളും എന്റെ മൂക്കും, എന്റെ വാലും നീല നിറമായിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യുക? അവൻ പതുക്കെ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അടുത്ത ദിവസം നേരം വെളുത്തു. അവനെ കണ്ട മൃഗങ്ങളെല്ലാം പെട്ടെന്ന് പുറകോട്ടു മാറി. എന്നിട്ട് പേടിച്ചോടാൻ തുടങ്ങി. അവർക്കെല്ലാം എന്നെ പേടിയാ. ഈ അവസരം ഞാൻ എങ്ങനെയെങ്കിലും മുതലെടുക്കും. ഇവരോട് നയത്തിൽ പെരുമാറാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? തിരിച്ചു വാ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. മൃഗങ്ങൾ മടിച്ചു നിന്നു, ഓട്ടം നിർത്തി. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മൃഗങ്ങൾ കുറുക്കന്റെ അരികിൽ കൂടി നിന്നു. നിങ്ങൾ എന്നെയും എന്റെ രൂപത്തെയും പേടിക്കരുത്. എന്റെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ രാജാവാകാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാ. ഞാനൊരു പ്രത്യേകതരം മൃഗമാ. നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. മഹാരാജാവേ, അങ്ങ് ഞങ്ങളുടെ രാജാവാകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കൃതാർത്ഥതയോടെ ഞങ്ങൾ താങ്കളെ സ്വീകരിക്കുന്നു. താങ്കളെ ഇവിടേക്ക് അയച്ചതിന് ദൈവത്തിന് നന്ദി. അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി അങ്ങ് പറഞ്ഞാലും. മഹാരാജാവിനെ നിങ്ങൾ പരിപാലിക്കണം. എനിക്കാവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണവും കൊണ്ടുവന്നു തരണം. അത് എല്ലാവരുടെയും കടമയാണ്. തീർച്ചയായും മഹാരാജാവേ, താങ്കളുടെ സൗകര്യത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ വേറെ എന്തൊക്കെയാണ് അവിടത്തേക്കായി ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും രാജാവിനോട് വിശ്വസ്തരായിരിക്കണം. അപ്പോൾ രാജാവ് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കും. ആ നിമിഷം മുതൽ എല്ലാ മൃഗങ്ങളും തങ്ങളുടെ മഹാരാജാവിനെ നന്നായി പരിപാലിച്ചു. കുറുക്കൻ ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിച്ചു. ദിവസവും മൃഗങ്ങൾ പ്രശ്നങ്ങളുമായി അവന്റെ അടുക്കലെത്തും. ഒരു ദിവസം രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ എന്താണൊരു ശബ്ദം കേൾക്കുന്നത്? അത് കുറുക്കന്മാർ ഓലയിടുന്നതാണ്. ഓ, കുറെ വർഷങ്ങൾക്ക് ശേഷമാ എന്റെ വംശത്തിലുള്ളവരുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ അവൻ അതിയായി സന്തോഷിച്ചു. അവന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞു. പഴയകാലത്തെ ഓർമ്മകൾ കുറുക്കന്റെ മനസ്സിലേക്ക് ഓടിക്കയറി. സന്തോഷത്തിനിടയിൽ താനൊരു രാജാവാണെന്ന കാര്യം തന്നെ അവൻ മറന്നു. എന്നിട്ട് ആ നീലക്കുറുക്കൻ തന്റെ തല ഉയർത്തി ഓലയിടാൻ തുടങ്ങി. അവൻ ഓലയിടുന്നു. അവൻ വെറും ഒരു സാധാരണ കുറുക്കനാണ്. അതെ, അവൻ നമ്മെ ചതിച്ചു. അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അവനെ കഷ്ണം കഷ്ണങ്ങളായി പിച്ചി ചീന്തും. അയ്യോ, ഞാൻ കുടുങ്ങി. അയ്യോ, രക്ഷപ്പെടുത്ത് ദൈവമേ. തന്ത്രശാലിയായ കുറുക്കൻ പരിതസ്ഥിതി മനസ്സിലാക്കി ഉടനെ അവൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ നിന്നും ഓടി. അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെടുക. ഹെസിറ്റേറ്റ്, ഉറപ്പില്ലായ്മ കാരണം മടിച്ചു നിൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും കൃതാർത്ഥതയും പ്രകടിപ്പിക്കുക. കൂട്ടുകാരെ, നാം എല്ലാവരും നമ്മുടെ നാടിനെക്കുറിച്ച് അഭിമാനിക്കണം. നാം അതിൽ വസിക്കുന്നു, അതിലെ എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്നു. നമ്മുടെ രാജ്യത്തെ മാതാവിനെ പോലെ സ്നേഹിക്കണം. അതെ, അതിന്റെ പ്രകൃതിയെയും മറ്റ് സഹവാസികളെയും നമ്മൾ സ്നേഹിക്കണം. എന്റെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം എന്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഈ പ്രതിജ്ഞ എനിക്കറിയാം. ഞങ്ങൾ ദിവസവും സ്കൂളിൽ ഇത് പറയാറുണ്ട്. അറിയാമോ? അത് കൊള്ളാം. നിന്റെ രാജ്യത്തിനായി നീ എന്താണ് ചെയ്യുക? എന്റെ നാടിനെ രക്ഷിക്കാൻ ജീവൻ പോലും ഞാൻ ത്യാഗം ചെയ്യും. കൂട്ടുകാരെ, ധീരനായ ഒരു ചെറിയ കുട്ടിയുടെ കഥ കേൾപ്പിക്കാം. സ്വന്തം നാടിനെ രക്ഷിക്കാൻ അവൻ ചെയ്തതെന്താണെന്ന്. സ്വന്തം നാടിനെ സ്നേഹിക്കൂ. ഒരു ദ്വീപിൽ ഒരാൺകുട്ടി താമസിച്ചിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവമുള്ള അവൻ ആ ദ്വീപിനെയും അതിയായി സ്നേഹിച്ചു. ആ ദ്വീപിനു ചുറ്റും ഉയർന്ന ശക്തമായ ഒരു മതിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. വടക്ക് ഭാഗത്തുള്ള മതിലിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ, ആ മതിലിൽ കുറച്ച് വിള്ളലുണ്ട്. നമ്മൾ ആ മതിലിനെ തീർച്ചയായും നന്നായി പരിപാലിക്കണം. തീർച്ചയായും. ഇത് കെട്ടിയത് തന്നെ കടലിൽ നിന്നും വെള്ളം ദ്വീപിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുന്നത്. ശരി, നാളെ നമ്മൾ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ
ആ ബാലൻ അവിടെ തന്നെ നിന്നു. മതിലിൽ വിള്ളലോ? ഞാനൊന്ന് അവിടെ പോയി കാര്യം എന്താണെന്നൊന്ന് നോക്കട്ടെ. അന്ന് വൈകുന്നേരം നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. പക്ഷേ ഭാഗ്യവശാൽ ആ ബാലൻ അവിടെ എത്തി. മതിലിലുണ്ടായിരുന്ന വിള്ളൽ ഒരു ദ്വാരമായി മാറി അതിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഒരു ദ്വാരം! ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഗ്രാമത്തിൽ എത്തുമ്പോഴേക്കും ഈ ദ്വാരം വലുതാവുമല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യും? വെള്ളം നിർത്താൻ എന്താണ് ഒരു വഴി? ആ ബാലൻ കുറേ നേരം ചിന്തിച്ചു. എന്നിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിർത്താനായി തന്റെ വിരൽ ആ ദ്വാരത്തിലേക്ക് കയറ്റി. അവൻ വിചാരിച്ചതുപോലെ വെള്ളം നിന്നു. പക്ഷെ ഞാൻ എത്ര നേരം ഇങ്ങനെ അവിടെ ഇരിക്കും? ആ ബാലൻ രാത്രി മുഴുവനും അങ്ങനെ തന്നെ ഇരുന്നു. അവന് നിൽക്കാൻ വയ്യാതായി. എന്റെ ദ്വീപ് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ആരാണത്? ആരാണ് ആ മതിലിന്റെ അടുത്തിരിക്കുന്നത്? അവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. എന്റെ ദൈവമേ! ഉടനെ അവർ ദ്വാരമടയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എന്നിട്ട് ആ ബാലനെ വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചില ദിവസങ്ങൾ കടന്നുപോയി. എങ്ങനെയുണ്ട് മകനെ? എനിക്ക് സുഖമാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്ക് നന്ദി പറയാനാണ്. ഈ ദ്വീപിനെ രക്ഷിക്കാൻ വേണ്ടി നീ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി. നീ കാരണമാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ. ദയവായി എന്നെ പുകഴ്ത്തരുത്. എന്റെ നാടിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്തു. ഐലൻഡ്. ഭൂഖണ്ഡത്തെക്കാൾ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു കര. ഡിസ്പേഴ്സ്, വിതരണം ചെയ്യുക. ഫിസിഷ്യൻ, ലൈസൻസ് ഉള്ള ഒരു വൈദ്യൻ അഥവാ ആതുര ശുശ്രൂഷകൻ. നിങ്ങൾ ധൈര്യശാലികളായിരിക്കണം, പക്ഷെ ദയുണ്ടാവണം. നീ പറഞ്ഞു വരുന്നത് ആരെങ്കിലും എന്നോട് ഒച്ച വെച്ചാൽ തിരിച്ചൊന്നും പറയരുതെന്നാണോ? ശാന്തരായിരിക്കണം. പരിതസ്ഥിതിയെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അത് പ്രയാസമാണ്. അതെ, നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അവർ വിഷമിക്കും. നമ്മോട് ഒരിക്കലും സംസാരിക്കില്ല. അത് നമ്മെയും വിഷമിപ്പിക്കുന്നതാണ്. അവസാനം രണ്ടുപേരും ബാധിക്കപ്പെടും. ഒരു കുടുംബത്തിലുള്ളവർ അവരെ സഹായിച്ച ഒരു പാമ്പിനെ വേദനിപ്പിച്ചു കഷ്ടപ്പെടുന്നത് കണ്ടു നോക്കൂ. നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്നെ വേദനിപ്പിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് 3 ആൺമക്കളും. നമ്മുടെ മക്കൾ ഒന്നിനും കൊള്ളാത്തവരും മടിയന്മാരുമാണ്. അവർ നമുക്കൊരു സന്തോഷവും തരുന്നില്ല. നമുക്ക് ഉപകാരമുള്ള ഒരു മകനെ തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം എന്റെ പ്രിയേ, ഇവിടെ വന്ന് ഈ അത്ഭുതമൊന്ന് കാണൂ. എന്താണത്? ഓ, ഒരു സർപ്പം! സ്വർണവാലുള്ള ഒരു സർപ്പം! നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ സഹായിക്കുന്ന ഒരു മകന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വേണമെന്നാഗ്രഹിച്ച മകനായി എന്നെ തിരഞ്ഞെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഉപകരിക്കും. മകനോ? നീ ഒരു സർപ്പമല്ലേ? നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉപകരിക്കുക? എന്റെ വാല് സ്വർണം കൊണ്ടുള്ളതാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അത് 1 ഇഞ്ച് നീളത്തിൽ മുറിക്കണം. അതിനേക്കാൾ കൂടുതൽ മുറിക്കരുത്. ഇല്ല, ഞാനത് ചെയ്യില്ല. ഇത് നിന്നെ വേദനിപ്പിക്കും മകനെ. ഇല്ല അമ്മേ, ആ ഭാഗത്ത് ജീവനുണ്ടാവില്ല. മാത്രമല്ല അത് വീണ്ടും വളരുകയും ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇവിടേക്ക് വരാം, തീർച്ചയായും. നന്ദി മകനെ. അങ്ങനെ ഓരോ ആഴ്ചയും അവർ പാമ്പിന്റെ സ്വർണവാല് മുറിക്കും. അങ്ങനെ അവർ പണം സമ്പാദിച്ച് ധനികരായി. മടിയന്മാരായ 3 ആൺമക്കളും അതിനെക്കുറിച്ചറിഞ്ഞു.
എന്നിട്ട് കൂടുതൽ പണം സമ്പാദിക്കാനായി 2 ഇഞ്ച് മുറിക്കാൻ അവർ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഓ, ഞാൻ ഇപ്പോഴെന്തു ചെയ്യും? ശരി, ഞാൻ 2 ഇഞ്ച് മുറിച്ചു നോക്കട്ടെ. അവൾ 1 ഇഞ്ചിനു പകരം 2 ഇഞ്ച് മുറിച്ചെടുത്തു. പാമ്പിന് രക്തമൊഴുകാൻ തുടങ്ങി. അയ്യോ, നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? എനിക്കിനി സ്വർണ്ണവാൽ ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. ഞാനിനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. ഇത് തീർച്ചയാണ്. ഞാനിനി ഒരിക്കലും ഇവിടേക്ക് വരില്ല. എന്നോട് ക്ഷമിക്കണം, മാപ്പ്. ഓ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഐഡ്ലർ, ഒരു ജോലിയും ചെയ്യാത്തവൻ. ലൈഫ്ലെസ്, ജീവനില്ലാത്തത്. പെസ്റ്റേർഡ്, ചെറിയ കാര്യങ്ങൾക്ക് പിടിവാശിയോടെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവമാണ് സർവശക്തനെന്ന്. അദ്ദേഹമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. എപ്പോഴും നമ്മോടൊത്തുണ്ട്. ഞാൻ ദൈവത്തെ കാണുന്നില്ല, പിന്നെങ്ങനെ ദൈവത്തെ വിളിക്കും? പ്രാർത്ഥനയിലൂടെ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, മാതാപിതാക്കളോടും കൂട്ടുകാരോടും സംസാരിക്കുന്നത് പോലെ. നമുക്ക് അദ്ദേഹത്തെ കാണാനാവില്ല, പക്ഷെ അദ്ദേഹം നമ്മെ കാണുന്നു, കേൾക്കുന്നു. ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കണം. ആപത്തുകളിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം. അതേസമയം സന്തോഷിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും വേണം. പിന്നെ നമ്മൾ തെറ്റു ചെയ്താൽ ക്ഷമ ചോദിക്കുകയും വേണം. ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ദൈവം എന്റെ കൂടെ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. അവനെ വിശ്വസിച്ചാൽ അവൻ നമ്മോടൊപ്പം ഉണ്ടാവും, ഈ കഥയിലെ ആൺകുട്ടിയെ പോലെ. ദൈവത്തോടൊത്തുണ്ടാവുക. ഒരു ഗ്രാമത്തിൽ ഒരാൺകുട്ടി തന്റെ അമ്മയോടൊത്ത് ജീവിച്ചിരുന്നു. അവൻ വളരെ ഭക്തനും സത്യസന്ധനുമായിരുന്നു. മകനെ, സൂക്ഷിക്കണം. കാട് കടന്നു പോയാലേ അടുത്ത ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാവൂ. വളരെ ജാഗ്രതയോടെ ഇരിക്കണം മകനെ. അമ്മേ, കാട്ടിലെ മൃഗങ്ങൾ എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെയാ കാട് കടന്നു പോവുക? ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവം എപ്പോഴും സഹായത്തിന് നമ്മോടൊത്തുണ്ടാവും. അവൻ ആരെയും ഒരിക്കലും കൈവിടുകയില്ല. ശരി അമ്മേ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ പുറപ്പെടട്ടെ അമ്മേ. പോയിട്ട് വരട്ടെ അമ്മേ, ബൈ. അങ്ങനെ അവൻ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് കാട്ടിനകത്തേക്ക് കടന്നു. എന്റെ ദൈവമേ, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഈ കാട് കടക്കാനുള്ള ധൈര്യം എനിക്ക് തരണേ. ദൈവമേ, എന്നെ രക്ഷിക്കണേ. അവൻ വേഗത്തിൽ നടക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ നിന്നു. ഓ, എന്താണ് ആ ശബ്ദം? കടുവയുടെ ഗർജനം. എന്റെ കഥ കഴിഞ്ഞു. ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. അവൻ ഓടാൻ ആരംഭിച്ചു. കടുവ അവനെ പിന്തുടർന്നു. അവന്റെ മുന്നിൽ ഒരു പുഴ കാണാനിടയായി. അവൻ പുഴ കടക്കാൻ തുടങ്ങുകയായിരുന്നു. ദൈവമേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ എനിക്ക് തിരിച്ചു പോവാനും പറ്റില്ല. കടുവ എന്നെ ഓടിക്കുന്നു. മുതൽ എന്റെ മുമ്പിലുമുണ്ട്. 2 ഭാഗത്തും എനിക്ക് ആപത്താണല്ലോ. അവനെ വിരട്ടിക്കൊണ്ടിരുന്ന കടുവ അവന്റെ മേൽ ചാടി. പക്ഷേ അതിനുന്നം തെറ്റി. എന്നിട്ട് പുഴയിൽ മുതലയുടെ മുകളിലേക്ക് വീണു. മുതല ഉടനെ കടുവയുടെ മുകളിലേക്ക് ചാടി. രക്ഷപ്പെടാനായി കടുവ കഴിയുന്നത്ര ശ്രമിച്ചു. പക്ഷേ മുതല കടുവയെ പുഴയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. നീ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. നന്ദി ദൈവമേ, വളരെ നന്ദിയുണ്ട്. ആ ബാലൻ സന്തോഷത്തോടെ യാത്ര തുടർന്നു. നന്ദി ദൈവമേ, വളരെയേറെ നന്ദി. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. ദൈവമേ, എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ. പയസ്, ദൈവത്തോടുള്ള ഭയഭക്തി കാണിക്കുക. ചാന്റിംഗ്, മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കൽ. പൗൺസ്, ആക്രമിക്കാനായി ചാടി വീഴുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ടോട്ടോ, ഇതുപോലെ ആസ്വദിക്കാത്ത ഏതെങ്കിലും ദിവസം നിനക്കുണ്ടോ? എന്താ ഇത്?
ഞാൻ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സും തീർച്ചയായും ആസ്വദിച്ചിരിക്കും. വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ ഗുഡ് ബൈ പറയാനുള്ള സമയമായി. അത് ഞങ്ങൾക്ക്. നിങ്ങൾ ഞങ്ങളുടെ മറ്റു കഥകളൊക്കെ കണ്ടു രസിക്കുക. ബൈ. ബൈ.